മലപ്പുറം വഴിക്കടവിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി. നരൂക്കാവ് ഒന്നാം പടിയിലാണ് ആന ഇറങ്ങിയത്. വീടുകൾക്ക് സമീപം ആന നിലയുറപ്പിച്ചതോടെ നിരവധി കുടുംബങ്ങൾ ഭീതിയിലാണ്. ഇതോടെ പലരും ബന്ധുവീടുകളിൽ അഭയം തേടി. പിന്നെ ആന 1:30 ഇവിടെ വന്നു. പിന്നെ ആന കണ്ടുകാണ്ട് ഞാൻ ജനാലവിടെ തുറന്നിട്ടൊക്കെയാണ്. ആ ജനാല തുറന്നിട്ട് നോക്കി ലയിച്ചിട്ടപ്പം കുട്ടികളൊക്കെ ഓടി വീച്ച് ആന പിന്നെ അതിലാണ് പോയി. ആ ആന അതിലെ പിന്നെ 3 മണിക്ക് ഞാൻ വെള്ളം ഇടാൻ വേണ്ടി ഇറങ്ങി. വോൾട്ടേജ് ഇല്ലാച്ച രാത്രിയാണ്. അപ്പോൾ വെള്ളം ഇടാൻ വേണ്ടി ഇറങ്ങിയപ്പം ആന അതിലെ പോയിട്ട് അതിലെ വന്ന് അവിടെ ആ പിലാവിൻ്റെ അവിടെ ഒന്ന് വലിച്ചിട്ട് കാട്ടാന ശല്യത്തിനായിട്ട് സാധാ ഫെൻസിങ് ആണ് നമ്മൾ തുടർന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇപ്പോൾ നിലവിൽ ഒരു ഉപകാരം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വെച്ചാൽ അപ്പോൾ ഫെൻസിങ് ഉള്ളോടത്ത് തന്നെ കാട്ടാന ശല്യങ്ങൾ വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ജംഷീർ കൊടിഞ്ഞ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഈ വഴിക്കടവ് മേഖല സ്ഥിരമായി ഇത്തരത്തിൽ കാട്ടാന ശല്യമുള്ള പ്രദേശമാണോ? എന്താണ് വനം വകുപ്പ് ഇതുമായി നൽകുന്ന വിശദീകരണം? എന്താണ് നിലവിൽ ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? അനീഷ്, ഇതൊരു ഒറ്റയാനാണ്. അതായത് ഈ പ്രദേശത്തിന്റെ 1.5 കിലോമീറ്റർ കരിയമുരിയം വനത്തിൽ നിന്നാണ് ഈ ഭാഗത്തേക്ക് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഭാഗത്തേക്ക് ഈ ഒറ്റയാൻ വരുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഫെൻസിംഗ് ഉണ്ട്, പക്ഷേ ഈ ഫെൻസിംഗ് സംവിധാനം അത്ര കാര്യക്ഷമമല്ല. അതുകൊണ്ട് തന്നെ തൂക്ക് ഫെൻസിംഗ് വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ പുലർച്ചയോടെ 1 മണിക്ക് ശേഷമാണ് കാട്ടാന വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ആ പ്രദേശത്ത് ജനവാസ മേഖലയിൽ ആ കാട്ടാന തമ്പടിക്കുകയും സമീപത്തെ പ്ലാവിൽ നിന്ന് ചക്ക ഇട്ട് കഴിക്കുകയും കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഈ വീട്ടുമുറ്റങ്ങളിലായിരുന്നു ഈ കാട്ടാന തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശത്ത് പ്രായമായവരും ഒക്കെയുള്ള വീടുകളിലുള്ളവരാണ്. അവർക്ക് പുറത്താണ് ബാത്റൂം സൗകര്യം മറ്റുമൊക്കെ ഉള്ളത്. അപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതോടെ പലരും അവിടെ നിന്ന് മാറി ബന്ധുവീടുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ കാട്ടാന ശല്യം വലിയ ഭീതിയിലാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഈ ആളുകൾ എന്നുള്ള വഴിക്കടവിലെ 1-ാം പടി അംഗൻവാടിക്ക് സമീപമാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഈ പ്രദേശത്തെ വീടുകൾക്ക് സമീപത്തു കൂടിയാണ് ഈ കാട്ടാനകൾ പോകുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനയെ കയറുന്നത് തടയാനുള്ള ഒരു നടപടി കൃത്യമായി വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അനീഷ.